ബേപ്പൂർ തീരത്തിന് സമീപത്ത് അപകടത്തിൽപ്പെട്ട കപ്പൽ ആളിക്കത്തുകയാണ്. ഇപ്പോഴും തീയണക്കാൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ശ്രമം തുടരുന്നുണ്ട്. കനത്ത പുകയും പൊട്ടിത്തെറികളും വെല്ലുവിളിയാണ്. കപ്പൽ 15 ഡിഗ്രിയോളം ചെരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമായി തുടരുകയുമാണ്. ബേപ്പൂരിൽ അപകടത്തിൽപ്പെട്ട ചരക്കു കപ്പലിന്റെ നടുഭാഗത്തു നിന്ന് ബേയിലേക്ക് തീ പടരുകയാണ്. തീരദേശ സുരക്ഷാ സേനയുടെ ഡ്രോണിയർ വിമാനവും INS സത്ലജ് സമർത്ഥ കപ്പലുകളും ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കപ്പലിൽ നിന്ന് കനത്ത പുക ഉയരുന്നതും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കപ്പൽ നിലവിൽ 15 ഡിഗ്രിയോളം ചരിഞ്ഞ നിലയിലാണെന്നും കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. മനുഷ്യജീവനും പ്രകൃതിക്കും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷവസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും കടലിൽ വീണ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ സുരക്ഷിതമാക്കേണ്ടതുണ്ടെന്നും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഇന്ത്യൻ നാവികസേന PRO അതുൽ പിള്ള അറിയിച്ചു. ഷിപ്പ് ആസ് ഓഫ് നൗ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഇസ് ഓൺ ഈവൻ കീൽ, ചരിഞ്ഞിട്ടൊന്നുമില്ല. ഫയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ആസ് ഓഫ് നൗ. സോ ഇതൊരു ഡോണിയർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫർദർ അനലൈസസ് പറയാൻ പറ്റുള്ളൂ. സമർത്ഥ് ഷിപ്പ് ഇന്ന് സാൽവേജ് മാസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ആ കമ്പനി. അപ്പോൾ ആ സാൽവേജ് മാസ്റ്ററിനെ കൊണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത് സാൽവേജ് മാസ്റ്ററിനെ കൊണ്ട് സമർത്ഥ എന്ന ഷിപ്പ് ഇപ്പൊ കാസ്റ്റ് ഓഫ് ആയി കാണും. കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18 ക്രൂ അംഗങ്ങളെ മംഗലാപുരത്തെത്തിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ചൈന സ്വദേശിയായ ലു യാൻ ലി, ഇന്തോനേഷ്യൻ സ്വദേശിയായ സുനിറ്റൂർ ഹെയ്നി എന്നിവർക്കാണ് ഗുരുതര പൊള്ളലേറ്റത്. ലു യാൻ ലിക്ക് 40%-ത്തിലേറെയും ഹെയ്നിക്ക് 35%-വും പൊള്ളലേറ്റിട്ടുണ്ട്. കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന രാസവസ്തുവിൽ നിന്നുൾപ്പെടെ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും ഇവർ വെള്ളം കുടിക്കുകയും സംസാരിക്കുകയും ചെയ്തെന്നും ഒരാഴ്ചയോളം നിരീക്ഷണം തുടരുമെന്നും ഡോക്ടർ ദിനേശ് കദം അറിയിച്ചു. 35-40% burns on the both face, upper limb and lower limb. And then they also have inhalation burns, mainly of inhalation, thermal burns and smoke, which because of explosions which they have inhaled. Some have some blunt injuries, which is not very major ones. Right now we have shifted him for dressings and ICU, and other 4 we are managing right now. തീപിടുത്തത്തിൽ നിസാര പരിക്കേറ്റ ബർമ, ചൈന, ഇന്തോനേഷ്യ സ്വദേശികളെ ചികിത്സയ്ക്ക് ശേഷം മംഗലാപുരം തുറമുഖത്തിന് സമീപത്തെ ഹോട്ടലിലേക്ക് മാറ്റി. മറൈൻ അധികൃതർ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. നിയമപ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ കമ്പനി അധികൃതർക്ക് കൈമാറാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, മംഗലാപുരം.